കാൽ നൂറ്റാണ്ടായി ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി CPM പോലെ ഒരു പാർട്ടിയും കേരളം പോലെ ഒരു സംസ്ഥാനവും ചർച്ച ചെയ്യുക. ഭാഗ്യമായാലും നിർഭാഗ്യമായാലും ആ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന് അനുകൂലമായും പ്രതികൂലമായും മാത്രമാണ് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഈ കാലയളവിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം. ലാവ്ലിൻ കേസിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ മാസപ്പടി കേസിൽ വരെ എത്തി നിൽക്കുന്ന ഈ വിവാദങ്ങൾക്കൊന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിയെ മാറ്റാൻ കഴിഞ്ഞില്ല. എന്തു പറഞ്ഞാലും പാറ പോലെ ഉറച്ച നിലയിലുള്ള പിണറായി വിജയൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അംഗീകരിക്കുന്ന വലിയൊരു ഭാഗം പാർട്ടിയിലുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ആശയപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പരസ്പരം പരസ്യമായും പാർട്ടിക്കകത്തും ഏറ്റുമുട്ടിയപ്പോഴാണ് പ്രതിസന്ധികൾ ആരംഭിച്ചത്. അതിനിടയാക്കിയതും പിണറായി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തെ ലാവ്ലിൻ ഇടപാടാണ്. അപ്പോൾ ലാവ്ലിൻ ഇടപാടിൽ കനേഡിയൻ കമ്പനി ലാവ്ലിൻ കമ്പനി ഒരു ഫണ്ട് എന്തായാലും കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. സർക്കാരിന് അതുമൂലം നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തിയത് അന്ന് PB അംഗമായിരുന്ന വൈദ്യുതി ബോർഡ് മെമ്പറായിരുന്ന സീനിയർ സഖാവ് E. ബാലാനന്ദനാണ്. അപ്പോൾ ഈ ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ലാവ്ലിൻ ഇടപാടിൽ വഴിവിട്ട കാര്യങ്ങൾ നടന്നെന്നും അത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി ആയിരുന്നു എന്നും E. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പിടിച്ചുകൊണ്ടാണ് VS അത് പിണറായിക്കെതിരെയുള്ള ആരോപണമായി ഉന്നയിച്ചത്. പക്ഷെ അപ്പോഴും ഉയർന്ന ഒരു ചോദ്യം നമ്മുടെ കേരളകൗമുദി പത്രാധിപരായിരുന്ന MS മണി സാർ പിണറായി വിജയനെ എല്ലാവരും പ്രതിക്കൂട്ടിൽ ആക്കിയിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. കാരണം പിണറായി വ്യക്തിപരമായല്ല ഈ ലാവ്ലിൻ അഴിമതി നടത്തിയതെന്നും അത് അറിയുന്ന ആളുകൾ പിണറായിയെ ഒറ്റപ്പെടുത്താൻ ആക്രമിക്കാൻ അത് ഒരു കാരണമായി പ്രയോഗിക്കുകയായിരുന്നു എന്നും MS മണി ഒരു മാധ്യമ സമ്മേളനത്തിൽ തന്നെയാണ്, വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അത് വലിയ വിവാദമാവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പിണറായിയെ കടന്നാക്രമിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളകൗമുദിയുടെ പത്രാധിപർ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. കലാകൗമുദിയുടെ പത്രാധിപർ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വലിയ വശമുണ്ട്. കാരണം ഈ ലാവ്ലിനിൽ നിന്ന് കിട്ടിയ ഫണ്ട് തീർച്ചയായും പ്രയോജനപ്പെടുത്തിയത് CPM എന്ന പാർട്ടിയാണ്. അല്ലാതെ വ്യക്തിപരമായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ അത് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നും സംശയകരമായ ഒരു കാര്യമാണ്. ആർക്കും അത് അടിവരയിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ലാവ്ലിൻ കേസ് മുതൽ ഈ മാസപ്പടി കേസ് വരെ ഉയർന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ എല്ലാം ഏറ്റെടുക്കുകയും പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യുകയും വിജിലൻസ് കോടതി അടക്കം ഹൈക്കോടതി അടക്കം ഈവൻ സുപ്രീം കോടതി അടക്കം എല്ലാ കോടതികളിലും ഈ കേസുകൾ എത്തുകയും ചെയ്തിട്ടും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലപാട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി 19-1, ഇപ്പോൾ 24 തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി 18-1, ഒരു സീറ്റ് സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ. അപ്പോൾ ഈ 2 തോൽവികളാണ് ഇപ്പോൾ പിണറായി വിജയനെ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ VS ഉണ്ടായിരുന്ന കാലത്ത് അവർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അപ്പോൾ രണ്ടുപേരും സീനിയർ സഖാക്കളാണ്. VS ആണെങ്കിൽ പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്.
VS-ന്റെ ശിഷ്യനായി തന്നെയാണ് പിണറായി വിജയൻ രംഗത്ത് വന്നതെങ്കിലും അദ്ദേഹവും സീനിയർ PB അംഗമാണ്, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഇവർ തമ്മിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ പാർട്ടിക്കകത്ത് രൂപം കൊണ്ട ഒരു പ്രതിഭാസം, കഴിവില്ലാത്ത പല ആളുകളും അർഹതയില്ലാത്ത പല സ്ഥാനങ്ങളിലും കയറിക്കൂടി. പാർട്ടിക്കകത്തായാലും പാർലമെന്ററി സംവിധാനത്തിലായാലും പിണറായിക്ക് പ്രായം കുറവായിരുന്നത് കൊണ്ടും VS-ന് പ്രായാധിക്യം ഉണ്ടായിരുന്നത് കൊണ്ടും VS കുറച്ചു കാലത്തിനകം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടും എന്താ പറയുക, സ്ഥാപിത താല്പര്യക്കാരായ പല നേതാക്കളും പിണറായിയോടൊപ്പം കൂടി. അങ്ങനെ സാധാരണ CPM-നകത്ത് സംഭവിക്കാത്ത തരത്തിൽ പാർട്ടിയുടെ ഉന്നത പദവികളിൽ, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കായാലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആയാലും എല്ലാം അവർ പലതരത്തിൽ കടന്ന് എത്തി. അത്തരം ആളുകളാണ് സ്തുതിപാഠകരായി മാറിയത്. കാരണം VS മുഖ്യമന്ത്രി ആയിരിക്കെ കുറേ പേരെങ്കിലും VS-നോടൊപ്പം നിന്നെങ്കിലും VS അശക്തനാണ്, VS-നോടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ VS-നോടൊപ്പം സജീവമായി നിന്ന സഖാക്കൾ പോലും പലരും പിണറായി പക്ഷത്തേക്ക് മാറി. അങ്ങനെയാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ VS നയിച്ചെങ്കിലും 2015 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അതോടുകൂടി VS-നെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തോടൊപ്പം നിന്ന നേതാക്കൾ കൈവിട്ടു എന്ന് തന്നെ പറയാം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം മാത്രം വഹിച്ചുകൊണ്ട് VS കഴിഞ്ഞിരുന്ന കുറേ കാലം. അത് കഴിഞ്ഞ് അദ്ദേഹം രോഗബാധിതനായി. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയാകുന്നത്. രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായി തുടർഭരണം ലഭിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനേക്കാൾ ശക്തരാണ് താനെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി. അതുകൊണ്ടാവണം തൻ്റെ ശൈലി, തൻ്റെ പെരുമാറ്റം, താൻ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം അവസാന വാക്കാണെന്നും അതെല്ലാം അവസാനം ശരിയാണെന്നും അദ്ദേഹം വിശ്വസിച്ച് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് നവകേരള യാത്രാ സമയത്ത് വാഹനം തടഞ്ഞ് വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ആക്രമിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയതും ജീവൻ രക്ഷാ പ്രവർത്തനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇന്നലെയും ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്നും ഞാൻ അങ്ങനെ പറയുന്നു, നാളെയും ഞാൻ ഇത് തന്നെ പറയും എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിക്കാൻ ആവാത്ത ഒരു കാര്യമാണ്. കാരണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്നാണ് ലെനിൻ പോലും പറഞ്ഞിട്ടും എഴുതിയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിനും മാറ്റമുണ്ടാവണം. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നും നാളെയും എന്ന് വാശി പിടിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്ന കാര്യമല്ല. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വാൽമീകി കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന കാട്ടാളൻ പിടിച്ചുപറിക്കാരൻ എങ്ങനെ വാൽമീകിയായി മാറി എന്ന കഥയാണ്. കാരണം രത്നാകരൻ ഇങ്ങനെ കാട്ടിലൂടെ വരുന്ന വഴിയാത്രക്കാരെയെല്ലാം പിടിച്ച് കവർച്ച നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ നാരദൻ ആ വഴി വരികയും നാരദനെ രത്നാകരൻ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ നാരദൻ കാട്ടാളനോട് ചോദിച്ചു, നീ ചെയ്യുന്നതെല്ലാം പാപമല്ലേ? നീ ചെയ്യുന്നതിൻ്റെ ഫലമെല്ലാം ആരനുഭവിക്കും? നീ പിടിച്ചു പറിക്കുന്ന സാധനങ്ങളെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ കാട്ടാളൻ പറഞ്ഞു, എല്ലാം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പാപം അവർ അനുഭവിക്കുമോ, അവർ പങ്കുവയ്ക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാട്ടാളൻ്റെ ആകെ സംശയമായി. ശരി, ഞാൻ അവരോട് പോയി ചോദിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. നാരദൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, പോയി ചോദിച്ചു വരൂ. അങ്ങനെ ഈ രത്നാകരൻ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും
ഈ സംഭവം പറഞ്ഞു. ഇങ്ങനെ ഒരു സന്യാസി വന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഈ കൊണ്ടുതരുന്ന സംഗതികളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പാപങ്ങളും, എനിക്ക് പാപം, അതിൻ്റെ പേരിൽ ശിക്ഷ ലഭിച്ചാൽ നിങ്ങളും അത് പങ്കുവെക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞു, ഇല്ല, നിങ്ങളല്ലേ പിടിച്ചു പറിച്ചത്, അപ്പോൾ നിങ്ങൾ തന്നെ ശിക്ഷ അനുഭവിക്കണം. അതോടുകൂടി തകർന്നുപോയ ഈ കാട്ടാളൻ നാരദൻ്റെ അടുത്തെത്തി, എന്താണ് മഹർഷി ഇതിൽ നിന്ന് ഒരു മോചനത്തിന് മാർഗം? അപ്പോഴാണ് രാമരാമ എന്ന് ചൊല്ലിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ നാരദൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അക്ഷരാഭ്യാസമില്ലാത്ത കാട്ടാളന് രാമരാമ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ 2 മരങ്ങൾ കാണിച്ചിട്ട് ആ മരത്തിൻ്റെ നടുവിലിരുന്ന് ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറയൂ, അങ്ങനെ ഒടുവിൽ അത് രാമരാമ എന്ന് ആകും. അങ്ങനെ തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ തപസ്സിൽ നിന്നാണ്, ആ തപസ്സിൻ്റെ അവസാന ഘട്ടത്തിലാണ് വാൽമീകി എന്ന സാമാന്യ പുരാണ ഇതിഹാസ കഥാപാത്രം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായിയുടെ കഥ. കാരണം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായി 8 കൊല്ലം പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചെവി തിന്ന അനേകം നേതാക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദാര്യം പറ്റിയ ഒരുപാട് നേതാക്കളുണ്ട്. അദ്ദേഹം സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിലും എല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണം. മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും സർക്കാരിൻ്റെ നടപടികളാണ് ഈ തോൽവിക്ക് കാരണം എന്ന മട്ടിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു സംസ്ഥാന സമിതി യോഗം ചേരാൻ പോവുകയാണ് ഈ മാസം തന്നെ. ആ യോഗത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി നടത്തിയ ഒരു പ്രസ്താവന കൂടി വളരെ ശ്രദ്ധേയമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് അടിച്ചു തകർത്ത SFIക്കാരുടെ അക്രമത്തെ, അവർ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴ നട്ട സംഭവത്തെ അദ്ദേഹം പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് SFIയുടെ ഇടിമുറി ആരോപണങ്ങൾ പൂർണ്ണമായി ന്യായീകരിച്ചത്. രക്തസാക്ഷികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് SFI എന്നും ആ SFIക്ക് ഒരു സ്ഥലത്തും ഇടിമുറിയില്ലെന്നും അവർ അക്രമത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരല്ലെന്നും പറയുമ്പോൾ തന്നെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ്, ഇന്ന് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ കസേരയിൽ വാഴ നട്ട SFIക്കാരെ ന്യായീകരിക്കുകയും ആ അക്രമത്തിന് ശേഷം ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ താഴെ തള്ളിയിട്ട് ചവിട്ടി പൊട്ടിച്ചത് KSUകാർ തന്നെയാണെന്നും അത് മനഃപൂർവ്വം SFIക്കാരെ അപമാനിക്കാനായിരുന്നു എന്നും ആണ് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ ആരോപിച്ചത്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ദേശീയ തലത്തിൽ BJPക്കെതിരെ നേതൃത്വം നൽകുന്ന, നേർക്കുനേരെ മോദിക്കെതിരെ സന്ധിയില്ലാതെ സമരരംഗത്തുള്ള രാഹുൽ ഗാന്ധിയെ ഈ ഘട്ടത്തിലും കടന്നാക്രമിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും സ്വീകരിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്കാര്യങ്ങൾ വിലയിരുത്താം. കാരണം നമ്മളിപ്പോൾ ലോകത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ മാവോസെത്തും ചൈനയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മാവോ. അപ്പോൾ മാവോ പറഞ്ഞത് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ആദ്യം നമ്മുടെ കേന്ദ്ര ഓഫീസിന് നേരെ തന്നെ ആക്രമണം നടത്തണം, ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ്. ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കണം ആദ്യത്തെ ആക്രമണമെന്നാണ്. അപ്പോൾ സഖാക്കൾ യഥാർത്ഥത്തിൽ ശരിയായ സഖാക്കളാണെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും തന്നെയാണ്. ഇപ്പോൾ ഇവിടെ PB അംഗങ്ങളായ നേതാക്കളുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനെ പോലെയുള്ള, ശ്രീമതിയെ പോലെ, ശൈലജ ടീച്ചറെ പോലെ, EP ജയരാജനെ പോലെയുള്ള അനേകം നേതാക്കളുണ്ട്. ഇവർ ആരും എന്തുകൊണ്ടാണ് പിണറായിയോട്
അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത് സഖാവേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആർജവം, തിരിച്ചറിവ് കാണിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാം ഇദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി അബദ്ധങ്ങളിലേക്ക് ചാടിച്ച് അവസാനം നമ്മുടെ രത്നാകരൻ എന്ന് പറഞ്ഞ ആൾ അവസാനം ചെന്ന് പെട്ടതുപോലെ ഈ ചെയ്തു കൂട്ടിയതിൻ്റെ, ഈ പാർട്ടിക്കുണ്ടായ തകർച്ചയുടെ, തിരിച്ചടികളുടെ എല്ലാം ഉത്തരവാദിത്വം പിണറായി എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പല നേതാക്കളും ശ്രമിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ശരിയല്ല. കാരണം ഇത്രയും കാലം, അതായത് 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയി പ്രവർത്തിക്കുമ്പോഴും 8 കൊല്ലം മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തണൽ പറ്റി ആ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന സഖാക്കൾ മിനിമം നന്ദിയെങ്കിലും അദ്ദേഹത്തോട് കാണിക്കേണ്ടതാണ്.